കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ മാധ്യമങ്ങളിൽ പ്രധാന ചർച്ചാ വിഷയം പോലീസ് അതിക്രമമാണ്. മുമ്പ് നടന്ന സംഭവമാണ്, ഇന്നലെയോ ഇന്നോ നടന്ന സംഭവമല്ല. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു. അത് പൊക്കിപ്പിടിച്ചാണ് മലയാള മനോരമ, മാതൃഭൂമി അടക്കമുള്ള പത്രമാധ്യമങ്ങളും നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ വാർത്തകൾ കൊണ്ട് നിറയ്ക്കുന്നത്. ദൃശ്യമാധ്യമത്തിൽ ഒരു ദിവസം 3-4 വാർത്തകളാണ്. അതോടൊപ്പം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അന്തിച്ചർച്ചയും നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. കോൺഗ്രസും UDF-ഉം വലിയ പ്രതിരോധത്തിലാണ്, പ്രതിസന്ധിയിലാണ്. അത് മറികടക്കാൻ ഒരു കൈ സഹായം എന്ന രൂപത്തിലാണ് മാധ്യമങ്ങൾ ഈ വാർത്ത കൊണ്ട് നിറയ്ക്കുന്നത്. അവരുടെ സമയവും അവരുടെ പത്രത്താളുകളും അതിനുവേണ്ടി നീക്കിവെക്കുന്നത്. എന്നാൽ മറ്റൊരു വാർത്ത കൂടിയുണ്ട്, മാധ്യമങ്ങൾ അത് നൽകില്ല. 2012-ലാണ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി രൂപീകരിക്കുന്നത്. അന്നു മുതൽ ഇന്ന് വരെയുള്ള പോലീസ് അതിക്രമങ്ങളുടെ പരാതികളുടെ എണ്ണം എടുത്തു നോക്കിയാൽ ഓരോ വർഷം കഴിയുന്തോറും കുറഞ്ഞു വരുന്നു. എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ലഭിച്ച പരാതിയേക്കാൾ എത്രയോ കുറവാണ് LDF സർക്കാരിൻ്റെ കാലത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരാതി എന്നാണ് ഈ കണക്കുകൾ നമ്മോട് പറയുന്നത്. ഔദ്യോഗിക കണക്കുകളാണ്, പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലെ കണക്കുകളാണ്. റിട്ടയർഡ് ജഡ്ജിയാണ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ ചെയർമാൻ. ആർക്കും ലഭ്യമാകുന്ന കണക്കുകളാണ്. പക്ഷേ അത് മറച്ചു പിടിച്ചുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ വലിയ വാർത്താ പ്രളയം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. 2012 UDF സർക്കാർ ഭരിക്കുന്ന കാലത്ത് ലഭിച്ച പരാതി 181 പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി രൂപീകരിച്ച വർഷം. അതിനുശേഷം 2013 അത് 469 ആകുന്നു. 2014 671 ആകുന്നു. 2015 645 ആകുന്നു. 2016 626 ആകെ നോക്കുമ്പോൾ 2592 പരാതികളാണ് അന്ന് UDF സർക്കാരിൻ്റെ കാലത്ത് മാത്രം ലഭിച്ചിരുന്നത് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക്. എന്നാൽ 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നു. 2016 മുതൽ ആദ്യഘട്ടത്തിൽ നേരത്തെയുള്ള സർക്കാരിൻ്റെ ശീലം സ്വാഭാവികമായും പോലീസിലുണ്ടാകും. 2016 കണക്ക് ഞാൻ പറഞ്ഞു 626. അത് 2017 LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 808 ഉയരുന്നു. 2016 626 നിന്ന് LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 808 വരുന്നു. അതിനുശേഷം 2018 ആകുമ്പോഴേക്കും അത് 435 ആകുന്നു. 2019 346 കുറയുന്നു. 2020 334 കുറയുന്നു. 2021 272 കുറയുന്നു. 2022 146 കുറയുന്നു. 2023 146 കുറയുന്നു. 2024 94 കുറയുന്നു. 2025 ആകുമ്പോൾ അത് ഇതുവരെ വെറും 45 കേസുകൾ മാത്രമാണ്. എന്ന് വെച്ചാൽ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേസുകളുടെ എണ്ണം, പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് ലഭിക്കുന്ന കേസുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. പോലീസ് അതിക്രമങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. UDF സർക്കാരിൻ്റെ കാലം മാത്രം താരതമ്യം ചെയ്ത് നോക്കിയാൽ 2592 കേസുകളാണ് ഉണ്ടായിരുന്നത്. ആ 2592 കേസുകൾ 5 വർഷം കൊണ്ട് അതിൽ നിന്നാണ് കുറഞ്ഞ് ഇപ്പോൾ 2025 ആകുമ്പോൾ 45 കേസുകൾ മാത്രമായി ചുരുങ്ങുന്നു എന്നോർക്കണം. 10 വർഷത്തെ കണക്കാണ്. 10 വർഷത്തെ കണക്കുകൾ. 10 വർഷമാണ് LDF സർക്കാർ ഭരിക്കുന്നത്. ഇനിയിപ്പോൾ 5-6 മാസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഈ 10 വർഷക്കാലം ആകെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് ലഭിച്ച പരാതി 2626. UDF സർക്കാർ ഭരിച്ച 5 വർഷക്കാലം, 5 വർഷമില്ല, 2012-ലാണ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി രൂപീകരിക്കുന്നത്. 2011-ലാണ് UDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. 4 വർഷത്തെ കണക്കാണ് 2592 എന്നോർക്കണം. 4 വർഷം UDF സർക്കാർ ഭരിക്കുമ്പോൾ 2592 കംപ്ലൈന്റുകളാണ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് ലഭിച്ചത്. അത് 10 വർഷം LDF സർക്കാർ, പിണറായി സർക്കാർ ഭരിച്ചപ്പോൾ ആകെ ലഭിച്ച പരാതി 2626. അപ്പോൾ എപ്പോഴാണ് കൂടുതൽ പോലീസിന് അതിക്രമം നടക്കുന്നത്? ഏത് കാലത്താണ് പോലീസ് അതിക്രമം കൂടുതൽ നടക്കുന്നത്? ഈ കണക്കുകൾ നമ്മോട് കൃത്യമായും വസ്തുതകൾ മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും കാണാതെയാണ്, ഇതൊന്നും പഠിക്കാതെയാണ്, മനസ്സിലാക്കാതെയാണ് നമ്മുടെ മാധ്യമങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പോലീസ് അതിക്രമത്തെക്കുറിച്ച് വാർത്തകൾ ചമയ്ക്കുന്നത്. നമ്മുടെ പത്രമാധ്യമങ്ങളിൽ ഒരു പേജ് മുഴുവൻ പോലീസ് അതിക്രമത്തിന്റെ വാർത്തകൾ കൊണ്ട് നിറയ്ക്കുന്നത്. അതും ഇന്ന് നടന്നതല്ല, ഇപ്പോഴോ നടന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്ന സമയത്ത്
ഒറ്റപ്പെട്ട സംഭവങ്ങളെ സാമാന്യവൽക്കരിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് അതിക്രമമാണ് നടക്കുന്നത് എന്ന് വരുത്തി തീർക്കാനും അത് ആയുധമാക്കി മാറ്റി 2026 അതിനു മുമ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കി മാറ്റാൻ, തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റാൻ UDF ഒരു ആയുധം കൊടുക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. നാം ആലോചിച്ച് നോക്കണം. കേരളത്തിലെ മാധ്യമങ്ങൾ UDF ഘടകകക്ഷികളെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഒന്നും കയ്യിലില്ല. സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല 10 വർഷത്തിനിടെ. ഒരു കാര്യവും പറയാനില്ല. ഒരായുധവും ഇല്ലാതെ യുദ്ധക്കളത്തെ നിരായുധരായി നിൽക്കുകയാണ് UDF. പോരാട്ട ഭൂമിയിൽ നിരായുധരായി നിൽക്കുകയാണ്. അപ്പോഴാണ് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഒരു ആയുധം കൊടുക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നത് നമ്മുടെ മാധ്യമങ്ങൾ. പക്ഷേ കണക്കുകൾ ഒരിക്കലും കള്ളം പറയില്ല. ഒരിക്കൽ കൂടി പറയാം, UDF സർക്കാരിന്റെ കാലത്ത് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി രൂപീകരിച്ചതിന് ശേഷം 2012-16 കാലത്ത് ആകെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് ലഭിച്ച പരാതി 2592 ആണ്. 2016 മുതൽ 2025 വരെയുള്ള 10 വർഷക്കാലം, 10 ആയിട്ടില്ല, 10 വർഷക്കാലം എന്ന് നമുക്ക് പറയാം. ആകെ ലഭിച്ച പരാതി 10 വർഷത്തെ പരാതി 2626. 4 വർഷം കൊണ്ട് 2592 പരാതിയാണോ? 10 വർഷം കൊണ്ട് ലഭിച്ച 2626 പരാതിയാണോ ഏറ്റവും വലുത്? എന്തുകൊണ്ടാണ് ഈ വസ്തുത മറച്ചു പിടിക്കുന്നത് മാധ്യമങ്ങൾ? അത് മാധ്യമങ്ങളുടെ രാഷ്ട്രീയമാണ്. അത് UDF സഹായിക്കാനാണ്.